അരപ്പവനാ ഡിസൈൻ ഒന്നും ഇതില്ല. കയ്യിൽ കെട്ടിയാൽ കാണാനൊരു വൃത്തി വേണ്ടേ, അങ്ങനെ ഞാൻ നല്ലൊരു മോഡൽ നോക്കിയിട്ടാണ് കൈച്ചേരി എടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എടുക്കാനും പറ്റൂല. നമ്മൾ എത്രയാണോ ഇവിടെ ക്യാഷ് അടച്ചത് അതിന് കണക്കായിട്ടുള്ള മോഡൽ എടുക്കാനും പറ്റും. പിന്നെ ഞാൻ ചെമ്മണ്ണൂരിൽ ക്യാഷ് അടക്കാറുണ്ട്. അങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടുള്ള 2 ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. കാലാവധി കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളോളമായി. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇവിടെ വെക്കണ്ട, എത്രയാണോ നമ്മൾ അടച്ച ക്യാഷിന് ഗോൾഡ് കിട്ടുന്നത് അതിനണക്കായിട്ടുള്ളത് എടുക്കാമെന്ന് വിചാരിച്ച്. ചില ദിവസങ്ങളിൽ റേറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിചാരിച്ച് മതി, ഇപ്പോഴൊന്ന് 1 ലക്ഷത്തിൽ എന്തായാലും കുറയൂല. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. കഴിച്ചെയിനാണ് എടുക്കുന്നത്. വള പിന്നെ എനിക്ക് വേണ്ട, കഴിച്ചെയിൻ എൻ്റെ കയ്യിലുണ്ട്. എന്നാലും നമ്മളിപ്പോൾ അടച്ച പൈസക്ക് എന്തെങ്കിലുമായിട്ട് ഗോൾഡ് ഇടുന്ന് എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മതി കഴിച്ചെയിൻ തന്നെ എടുക്കാതെ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കൈച്ചെയിൻ ഉണ്ട്, പക്ഷെ അതെടുക്കാൻ പറ്റൂല. അത് ഏകദേശം ഒരു അധികം പവന് വരുന്നുണ്ട്. ഇതാണ് എനിക്കിഷ്ടമായത്, നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അതായത് ഇതെടുക്കണമെങ്കിൽ പിന്നെ എക്സ്ട്രാ പൈസ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു റിങ്ങായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ വിചാരിച്ചു മതി, അതിനെ കൊണ്ട് ലാഭം ഉണ്ടാവില്ല. നമ്മൾ അടച്ച പൈസയാവുമ്പോൾ നമുക്ക് പണിക്കൂലിയൊന്നും കൊടുക്കണ്ടല്ല, ആ ചെറിയൊരു ടാക്സ് മാത്രം കൊടുത്താൽ മതിയല്ല. അങ്ങനെ ഞാൻ വേറൊരു കൈച്ചേരി എടുത്തത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരേ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, ഇതെങ്ങനെയാണ് പണമൊക്കെ കൈകാര്യം ചെയ്യൽ എന്ന്. പണം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ചിലവാക്കാനുള്ളത് തന്നെയാണ്. എന്നാലും നമ്മൾ പണം എവിടെയെങ്കിലും മാറ്റി വെക്കാനും കൂടി ശീലിക്കണം. ഇപ്പോൾ പണം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു തുകയെങ്കിലും ആദ്യം മാറ്റി വെക്കുക, എന്നിട്ട് ബാക്കി വരുന്നത് ചിലവാക്കുക. അല്ലാതെ കയ്യിലൊരു പൈസ കിട്ടിയാൽ പിന്നെ നമ്മൾ ആവശ്യങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കി മാറ്റി വെക്കാം എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ആ പൈസയും കൂടി കഴിഞ്ഞു പോകും. അതുകൊണ്ട് 2000 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഒരു 200 രൂപയെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണം. 2000 ഒന്നല്ല, അപ്പം എന്നാലും കുറച്ച് കൂടുതലെല്ലാം കിട്ടുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗമെങ്കിലും മാറ്റി വെക്കാനാണ് ശീലിക്കേണ്ടത്. അത് നാളെ നമ്മളെ ഭാവിക്ക് തന്നെ നല്ല തന്നെയാണ്. അല്ലെങ്കിൽ പൈസ കിട്ടി അത് പെട്ടെന്ന് തീർന്ന്, പിന്നെ കിട്ടി പിന്നെയും തീർന്ന്, പിന്നെ അവസാനം മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ട ഒരവസ്ഥയിൽ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 100 രൂപയായാലും അതിൽ നിന്ന് 2 രൂപയെങ്കിലും ഫസ്റ്റിൽ മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ ആവശ്യത്തിനുള്ളതെല്ലാം ചിലവാക്കുക. ഗോൾഡൊക്കെ എപ്പം വാങ്ങിയാലും നല്ല തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ റേറ്റിന് ഗോൾഡ് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൽ, അതിൻ്റെ പണിക്കൂലി കൊടുക്കൽ, അപ്പം നമുക്ക് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഒരു പവന് വാങ്ങിക്കണമെങ്കിൽ കൂലിയും ടാക്സും എല്ലാം ആകുമ്പോൾ ഒരു പവന് തന്നെ 10-20,000 രൂപ അങ്ങോട്ടേക്ക് പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചിലവിൻ്റെ പൈസയൊക്കെ ഉണ്ടാവില്ല, അതിൽ നിന്നുള്ള കുറച്ച് നീക്കിയിട്ട് ഇങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാണ്ട് ഒരു 11 മാസം എത്തിയാൽ നമ്മുടെ കയ്യിലേക്ക് ഗോൾഡ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, പണിക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളൊരു വരുമാന മാർഗം ആക്കിയാൽ നല്ല തന്നെയാണ്. പിന്നെ ഇനി ചിലപ്പോൾ നാളെ കൂടിയിട്ടുണ്ടെങ്കിലും ലാഭം നഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പല നഷ്ടങ്ങളും വരും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പണം കിട്ടിയ പാട് മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് തീർക്കരുത്, പിന്നെ നമ്മൾ നാളെ കടക്കാറാവും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് കടലപ്പൊടിയാണ് വേണ്ടത്. പിന്നെ
ആവശ്യത്തിനുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, പെപ്പർ പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും വേണ്ടും. കടലപ്പൊടി പോരാന്നുണ്ടെങ്കിൽ പിന്നെയും കൂട്ടി ചേർത്ത് കൊടുക്കുക. ഇനി കടലപ്പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇതിന് പകരം മൈദ എടുത്താൽ മതി. ഞാൻ ഇതിനിടയ്ക്ക് ഷോർട്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മൈദ വെച്ചിട്ടുണ്ടാക്കിയത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക കേട്ടോ. ഒന്നിക്ക് മൈദപ്പൊടി അല്ലെങ്കിൽ പിന്നെ കടലപ്പൊടി, ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡ് ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിലും പൊരിക്കാം. രണ്ട് വശവും നല്ലോണം മൊരിയിച്ചെടുക്കണേ. അതിന് ശേഷം മാറ്റുക പ്ലേറ്റിലേക്ക്. ആ ചൂടോടെ തന്നെ കഴിച്ച് നോക്കേ. ഞാൻ എവിടെയാണ് പറഞ്ഞു വെച്ചത് ആകൊണ്ടും പിന്നെ പണം മാറ്റി വെക്കുന്ന കാര്യമല്ലേ. അപ്പം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കൂട്ടി എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണേ. ഇന്ന് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പൈസ പോവും. എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ പല സാധനങ്ങളും കാണുന്നതാണ്. കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടും. ചിലപ്പോൾ നമുക്കതിനെ കൊണ്ട് ആവശ്യമില്ല. പിന്നെയും വിചാരിക്കുമോ അതവിടെ നിൽക്കട്ട്, അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും വാങ്ങി വെക്കും. ആ വീട്ടിലുണ്ടല്ലോ ഈ വീട്ടിലുണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ വാങ്ങി വെച്ചിട്ട് അതിനെക്കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പെട്ടെന്ന് മോഡൽ ഔട്ടാവുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങുക. ആവശ്യത്തിന് നമുക്കെല്ലാം വേണ്ടത് തന്നെയാണ്. എന്നാലും പിന്നെ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ അതായത് നമ്മളെ സ്ത്രീകൾക്ക് ചിലവിന് കിട്ടുന്ന പൈസയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മളെ നാളത്തെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ചിലവിൽ നിന്ന് തന്നെ മാറ്റി വെക്കാൻ പറ്റും എന്ന്. അങ്ങനെയാണ്. ഇന്ന് പിന്നെ ഓൺലൈനിലായാലും പല സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് പൈസ പോകുന്നതാണ് നമ്മൾ ഗൂഗിൾ പേ. പെട്ടെന്നാണ് അതിൽ നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിചാരിക്കാണ്ട് പോവുക. അപ്പോൾ ഈ ഗൂഗിൾ പേയും ATM കാർഡും ഒന്നും ഇല്ലാതെ വേറെ തന്നെ ഒരു അക്കൗണ്ടിലാക്കുക. ചെറിയ പൈസയെങ്കിലും അവിടെ എടുക്കുമല്ലോ അല്ലേ. പിന്നെ നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് അതിൽ നിന്ന് എടുത്താൽ പോരെ. ഞാനിങ്ങനെ ഗോൾഡ് കാണിക്കുമ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവർ കമൻ്റ് ആക്കും ഇതിങ്ങനെ ഗോൾഡൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനില്ലേ വീട്ടിലൊന്നും വെക്കാറൊന്നുമില്ല അപ്പം. പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറൊരാൾക്ക് ആവശ്യത്തിന് കുഴങ്ങുമ്പോൾ അവർക്ക് കൊടുക്കും പണയം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ലോക്കറിൽ കൊണ്ടുവെക്കും. എൻ്റെ കയ്യിലൊന്നും വെക്കാറൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെയാണ് ചിന്തിക്കാറ്. നമ്മൾ 1 ലക്ഷം രൂപ ഒരാളത് കട്ടാൽ നാളെ അല്ലെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ ഈ മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് വേറൊരാളെ പൈസ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയോളം ചിലവാകും. അപ്പോൾ ആ പൈസ അധികകാലമൊന്നും ആർക്കും മുന്നോട്ടേക്ക് പോകുകയൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ പട്ടിണി കിടന്നാലും ഒരാളത് കക്കാനും പിടിക്കാനും നിൽക്കരുത്. എന്തിനാണ് കട്ടിട്ട് ജീവിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മധുഹൂത്ത് ഉണ്ടാക്കിനല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളി ഉള്ളിൻ്റെ ചട്നി ഉണ്ടാക്കിനെന്ന് പറഞ്ഞു. അതായത് ഉള്ളിച്ചമ്മന്തിയെ. അപ്പോൾ മുളക് ഇങ്ങനെ എണ്ണയിൽ ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അതിലേക്ക് ഞാൻ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പം മറ്റേ ഉള്ളി എടുത്തത് വെല്ലുള്ളി. അതിനെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് എണ്ണയിൽ മുരിച്ചെടുത്ത ശേഷം പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ ഒരു 3-4 ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. എനിക്ക് മതിയായിട്ടില്ല അത് കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ചൂടോടെ തന്നെ കഴിക്കണം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളത് ഉണ്ടാക്കി നോക്ക്. മന്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് പിന്നെ മന്തിയല്ല മധുഹൂത്താണ്. പിന്നെ ഇൻഷാ അല്ലാ വേറൊരു ദിവസം കാണാം കേട്ടോ. ബായ്.